श्री परमात्मने नमः। अथ श्रीमद्भगवद्गीता ध्यानम्। ॐ पार्थाय प्रतिबोधितं भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायीनीम् अम्ब त्वामनुसन्दधामि भगवद्गीते भवद्वेषिणी। नमोऽस्तु ते व्यासविशालबुद्धे पुल्लारविन्दायतभद्रनेत्र येन त्वया भारततैलपूर्णः प्रज्वालितो ज्ञानमयप्रदीपः। प्रपन्नपारिजाताय स्तोत्रवित्रैकपाणये ज्ञानमुद्राय कृष्णाय गीतामृतदुहे नमः। सर्वोपनिषदो गावो दोग्धा गोपालनन्दना पार्थो वत्ससुधीर्भोक्तः दुग्धं गीतामृतं महत्। वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुम्। भीष्मद्रोणतथा जयद्रथजला गान्धारनीलोपला शल्यग्राहवती कृपेण वहनी कर्णेन वेलाकुला अश्वत्थाम विकर्णघोरमकरा दुर्योधनावर्तिनी सोत्तीर्णा खलु पाण्डवैरणनदी कैवर्तक केशवः पाराशर्यवचः सरोजममलं गीतार्थगन्धोत्कटम् नानाख्यानककेसरं हरिकथा सम्बोधना बोधितम्। लोके सज्जन षट्पदैरहरः पेबीयमानं मुदा भूयात् भारत पंकजं कलिमल प्रध्वंसिन श्रेयसे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्द माधवम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुत स्तुन्वन्ति दिव्यौस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं दवित सुरसुरगणा सुरासुरगणा देवाय तस्मै नमः। देवाय तस्मै नमः। देवाय तस्मै नमः। ജയ ഗുരുദേവ്. ഓക്കെ, എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്ന? യജ്ഞത്തിന്റെ മഹാത്മ്യമൊക്കെ വിവരിച്ചു പറഞ്ഞു അല്ല. യജ്ഞത്തിന്റെ മഹാത്മ്യം വിവരിച്ചു പറഞ്ഞു. 13-ാമത്തെ ശ്ലോകത്തില്
യജ്ഞം ചെയ്താൽ എന്താണ് ഗുണം, അതിന്റെ മാഹാത്മ്യം എന്താണ്, അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ല. എന്നിട്ട് പറഞ്ഞു ഈ പ്രപഞ്ചം വളരെ അത്ഭുതകരമായൊരു യജ്ഞപ്രവർത്തനത്തിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്ന് അർജുനന് വിശദീകരിച്ചു കൊടുക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ അല്ല. അതാണ് നമ്മൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞത്. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്ന സംഭവ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അതില് അർജുനോട് പറയുന്ന ഇതാണ്, എല്ലാ ജീവജാലങ്ങളും ഉണ്ടാവുന്നത് ആഹാര പദാർത്ഥത്തിൽ നിന്നാണ്, ആഹാരത്തിൽ നിന്നുണ്ടാവുന്നു, നിലനിൽക്കുന്നതും അതിൽ തന്നെയാണ്. അപ്പൊ ആഹാരത്തിൽ നിന്ന് ജീവജാലങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ ഈ ആഹാരം എവിടെ നിന്ന് ഉണ്ടാവുന്നു? അത് മേഘത്തിൽ നിന്നുണ്ടാവുന്നു. മേഘം ഉണ്ടാവുന്നത് യജ്ഞത്തിൽ നിന്നാണ്. യജ്ഞത്തിന്റെ ഫലമായിട്ടാണ് മേഘങ്ങൾ ഉണ്ടാവുന്നത്. ഈ യജ്ഞം എവിടെ നിന്നുണ്ടാവുന്നു? കർമ്മത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. കർമ്മം എവിടെ നിന്നുണ്ടാവുന്നു? കർമ്മം ഈ പ്രപഞ്ച മനസ്സായി നിൽക്കുന്ന ക്ഷരബ്രഹ്മത്തിൽ നിന്നാണ്. അതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് ക്ഷരബ്രഹ്മം. അതിൽ നിന്നുണ്ടാവുന്നു. ഇനി ക്ഷരബ്രഹ്മം ഉണ്ടാവുന്നത് എല്ലാറ്റിനും കാരണമായിരിക്കുന്ന പരമകാരണമായി നിൽക്കുന്ന കൂടസ്ഥ ബ്രഹ്മത്തിൽ നിന്ന്, അതിൽ നിന്നാണ് ഇതുണ്ടായത്. അപ്പോ ഇങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് എല്ലാറ്റിനും പരമകാരണം എന്ന് പറയുന്നത് അക്ഷരബ്രഹ്മമാണ്, ആ കൂടസ്ഥമായ അക്ഷരബ്രഹ്മമാണ്. അപ്പൊ അത് സർവവ്യാപിയാണ്, നിത്യമാണ്. അപ്പൊ ആ ബ്രഹ്മം, അങ്ങനെ ഇരിക്കുന്ന ആ ബ്രഹ്മം യജ്ഞരൂപമായ കർമ്മത്തില് എല്ലാറ്റിനെയും അധിഷ്ഠാനമായിട്ട് വർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താണ് യജ്ഞാത് ഭവതി പർജന്യ? അപ്പൊ ഇവിടെ ഒരു കാര്യകാരണമാണ്, കാര്യകാരണ പരമ്പരയാണ് അല്ലെ. ഒന്ന് മറ്റൊന്നിന്, ഒരു കാര്യത്തിന് മറ്റൊന്ന് കാരണമാകുന്നു, ആ കാര്യം തന്നെ വേറൊന്നിന് കാരണമാകുന്നു അല്ലെ. അതേപോലെ തന്നെ ആ കാര്യം വേറൊരു കാര്യത്തിന് കാരണമാകുന്നു. ഇങ്ങനെ പരസ്പരം കണക്റ്റഡ് ആണ് ഇവിടെ പ്രപഞ്ചത്തിലെല്ലാം എന്നാണ് പറയുന്നത്. അപ്പൊ ആഹാരത്തിൽ നിന്നാണ് ജീവികള് ഉണ്ടാവുന്നതും നിലനിൽക്കുന്നതും. അറിയാലോ എങ്ങനെയാണ്. ഇപ്പൊ മാതാപിതാക്കൾ കഴിക്കുന്ന ആഹാരം, ഭക്ഷണമാണ് ശോണി ശുക്ലങ്ങളൊക്കെ ആയി മാറി മനുഷ്യർ ജനിക്കുന്നത്. ഇനി ജനിച്ചു കഴിഞ്ഞാലോ അവര് നിലനിൽക്കുന്നത് ഈ ആഹാരത്തെ ആശ്രയിച്ചിട്ടാണ്. ഭക്ഷണത്തിലേക്ക് നിലനിൽക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ജീവികൾ എന്നതൊരു കാര്യമാണ്. ആ കാര്യത്തിന് കാരണം അന്നമാണ്. ആ കാരണത്തിൽ നിന്നാണ് ഈ കാര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അന്നമില്ലെങ്കിൽ ജീവികൾ ഉണ്ടാവില്ല. അപ്പൊ അന്നം എന്ന കാരണത്തിൽ നിന്നാണ് ജീവൻ എന്ന കാര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇനി അന്നം, അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേഘമാണ് അന്നത്തിന് കാരണമായിരിക്കുന്നത്. കാരണം മേഘം വർഷിച്ചാലേ അല്ലെ, മഴ പെയ്തിട്ടാണ് അന്നം ഉണ്ടാകുന്നത്. അപ്പൊ ഇനി മേഘം എവിടുന്ന് ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യജ്ഞത്തിൽ നിന്നുണ്ടായി. അപ്പൊ മേഘം എന്ന കാര്യത്തിന് കാരണമാണ് യജ്ഞം. എന്താണ് യജ്ഞം എന്ന് പറഞ്ഞാൽ അത് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു അല്ലെ. യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് നേരത്തെ പറഞ്ഞു. ഫലത്തിനോട് ഒരു ഇച്ഛയും ഇല്ലാതെയുള്ള കർമ്മമാണ് യജ്ഞം എന്ന് ഗീത നിർവചിക്കുന്നത്. നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ. അപ്പൊ മേഘം രൂപപ്പെടുന്നത് ഒരു പ്രപഞ്ച ഘടകം മാത്രം പ്രവർത്തിക്കുന്നതുകൊണ്ടല്ല, ഒന്നിലധികം പലതരത്തിലുള്ള പ്രപഞ്ച ഘടകങ്ങൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എന്ന് പറഞ്ഞാൽ നിസ്സംഗമായിട്ട് തങ്ങളുടെ സ്വധർമ്മം അനുഷ്ഠിക്കുന്നുകൊണ്ടാണ് മേഘം രൂപപ്പെടുന്നത് അല്ലെ. അത് എക്സ്പ്ലെയിൻ ചെയ്തു എങ്ങനെയാന്നുള്ളത്. കാരണം സൂര്യൻ തന്റെ ചൂട് ഉപയോഗിച്ച് വെള്ളത്തെ നീരാവിയാക്കുന്നു. ആ വെള്ളം എന്ത് സംഭവിക്കുന്നു? നീരാവിയായിട്ട് രൂപപ്പെടുന്നു. പിന്നെ വായു, അതിനും ഇവിടെ പണിയുണ്ട് വായുവിന്. വായു എന്താ ചെയ്യുന്നത്? ഈ നീരാവിയെ ആകാശത്തിലേക്ക് ഉയർത്തുന്നു. ആകാശത്തിലേക്ക് ഉയർത്തി മേഘമാക്കി മാറ്റുന്നു ഈ വായു. ആകാശമാണെങ്കിലോ മേഘത്തിന് അവിടെ നിലനിൽക്കാൻ ഒരു സ്ഥലം കൊടുക്കുകയാണ് അല്ലെ. ആ മേഘത്തിന് തങ്ങി നിൽക്കാൻ സ്ഥലം കൊടുക്കുന്നു ആകാശം. അപ്പൊ ഇങ്ങനെ എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. ഇതൊക്കെ പ്രകൃതി നിയമമല്ലേ, അതിനനുസരിച്ച് നടക്കില്ലേ, പ്രകൃതിയുടെ സ്വഭാവമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ പ്രകൃതിയുടെ സ്വഭാവമല്ലാതെ വേറെ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അത് തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത്, ഈ പ്രകൃതി സ്വഭാവം തന്നെ. അപ്പൊ സൂര്യൻ, ജലം, വായു, ആകാശം, ഇവരൊക്കെ
ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ, ഒരു നല്ല വാക്ക് പോലും പ്രതീക്ഷിക്കാതെ തന്റെ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കേണ്ട ഇവരൊക്കെ, സൂര്യനായാലും വെള്ളമായാലും വായുവായാലും ആകാശമെല്ലാം, അല്ലെ? അപ്പൊ അങ്ങനെ നിസ്സംഗമായിട്ട് സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിന്റെ ഫലമായിട്ടാണ് മേഘം രൂപപ്പെടുന്നത്. അതാണ് പർജന്യം യജ്ഞത്തിൽ നിന്നുണ്ടായി എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പൊ ഇതെല്ലാം നേരത്തെ ദേവസങ്കല്പത്തെ കുറിച്ച് പറഞ്ഞു, ഇങ്ങനെ എല്ലാം ദേവതയാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? അതിന് യോജിക്കുന്നതുമാണ്. പക്ഷെ ഇതില് എന്താണ്, വേദത്തില് കർമ്മകാണ്ഡത്തിന്റെ ഭാഗത്തിൽ പറയുന്ന യാഗം, യജ്ഞത്തിന് യാഗം എന്നൊരു അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതും സംഭവിക്കാം, അതും ശരിയാണ് എന്നാണ് പറയുന്നത്. കാരണം യാഗം ചെയ്യുമ്പോൾ സൂര്യൻ പ്രസന്നനാവും, അല്ലെ? സൂര്യന് സന്തോഷാവും, അങ്ങനെ മഴ ഉണ്ടാവുന്നു, അങ്ങനെ സംഭവിക്കുക എന്നാണ് പറയുന്നത്. പക്ഷെ ശരിക്കു പറഞ്ഞാൽ മേഘം ഉണ്ടാവാനുള്ള കാരണം ആ യാഗം അല്ലെങ്കിൽ യജ്ഞം എന്ന് പറയുന്ന ആ സുഹൃതത്തിന്റെ, അതിൽ നിന്നുണ്ടാവുന്ന സുഹൃതത്തിന്റെ ഫലമാണ് മേഘം ഉണ്ടാവുന്നത്. അത് പക്ഷെ ശാസ്ത്രത്തിന് അങ്ങനെ പറയാനായിട്ട് പറ്റില്ല, ആ രീതിയിൽ ശാസ്ത്രീയമായിട്ട് അത് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ അതാണ് സത്യം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ സൂര്യൻ, ജലം, വായു, ഇതിന്റെ സ്വഭാവ പരിണാമമാണ് മേഘം, മഴയൊക്കെ എന്ന് ശാസ്ത്രം പറയും. ആ രീതിയിലാണ് ശാസ്ത്രം പറയും. അതേപോലെ കർമ്മകാണ്ഡത്തില്, വേദത്തില് കർമ്മകാണ്ഡത്തിൽ പറയുന്ന യാഗത്തിന്റെ വിധികള്, അതൊക്കെയാണ് പ്രപഞ്ചത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നൊക്കെ വേദത്തിനെ കുറിച്ച് വാദിക്കുന്നവർ അങ്ങനെയും പറയും. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ സൂര്യൻ തുടങ്ങിയ ഘടകങ്ങൾ, നേരെ പറഞ്ഞല്ലോ, സൂര്യൻ, ജലം, വായു, ഇതൊക്കെ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ദേവതകൾ തന്നെയാണ്, ദേവമൂർത്തികളാണ് എന്നാണ് ഗീത പറയുന്നത്. അതേപോലെ യജ്ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആ കർമ്മകാണ്ഡത്തില്, വേദത്തില് കർമ്മകാണ്ഡത്തിൽ പറഞ്ഞിട്ടുള്ള യാഗങ്ങൾ മാത്രമല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഏതാണ് യജ്ഞം ചോദിച്ചു കഴിഞ്ഞാൽ, സത്യബോധത്തോടുകൂടി, സത്യം എന്താണെന്നുള്ള ബോധത്തോടുകൂടി തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിഷ്കാമമായി അനുഷ്ഠിക്കുന്ന ഏത് കർമ്മവും യജ്ഞമാണ് എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഇവിടെ വൃഷ്ടി ഉണ്ടാവുന്ന, സമൃദ്ധി ഉണ്ടാവുന്നതൊക്കെ അതിന്റെ ഫലമായിട്ടാണ് എന്നാണ് പറയുന്നത്. ഇതില് എന്താണ്, യജ്ഞത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു എന്താണ് യജ്ഞം എന്നുള്ളത്. അപ്പൊ മേഘം എന്ന് പറയുന്നത് പല ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്ന് സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിന്റെ ഫലമായിട്ടാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത്. അപ്പൊ ആ മേഘം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ മേഘത്തിന് രൂപം കൊടുക്കുന്ന യജ്ഞം എന്ന് പറയുന്നത് സൂര്യന്റെയും ഒക്കെ സ്വധർമ്മത്തിന്റെ രീതിയിലുള്ള കർമ്മം കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പൊ അതില് മറ്റു ഭാഷ്യങ്ങളിൽ പറയുന്നുണ്ട്, ഈ കർമ്മം എന്ന് പറയുന്നത് മന്ത്രോച്ചാരണത്തിന്റെ രൂപത്തിൽ ഉള്ള കർമ്മമാണെന്ന് അതിൽ വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ അങ്ങനെയും അതും പറയാം. അപ്പൊ മേഘത്തിന് രൂപം കൊടുക്കുന്ന യജ്ഞത്തിൽ ആ ഋത്വിക്കുകൾ എന്ന് പറയുന്നത് സൂര്യനും വായു ഒക്കെ ആണെന്ന് കണക്കാക്കിയാൽ മതി എന്നാണ് പറയുന്നത്. അപ്പൊ കർമ്മങ്ങളെല്ലാം രൂപം കൊള്ളുന്നത് പ്രപഞ്ച മനസ്സിൽ നിന്നാണ്. ഈ പ്രപഞ്ച മനസ്സാണ് ജഡശരീരങ്ങളൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നത്, സൃഷ്ടി നടത്തുന്നത് ആ പ്രപഞ്ച മനസ്സാണ്. അപ്പൊ ആ മനസ്സിനെ തന്നെ, ആ പ്രപഞ്ച മനസ്സിനെ തന്നെയാണ് ബ്രഹ്മാവ് എന്ന് വിളിക്കുന്നത്. അത് തന്നെയാണ് ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ വിശ്വമനസ്സാണ്, പ്രപഞ്ച മനസ്സാണ് ബ്രഹ്മ. അതിനെ തന്നെയാണ് പ്രജാപതി എന്ന് പറഞ്ഞാൽ, അത് തന്നെയാണ് ഹിരണ്യഗർഭൻ എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെയാണ്. പല പേരുകളുണ്ട് എന്നാണ്. അപ്പോ ഈ പ്രപഞ്ച ഘടകങ്ങളെയൊക്കെ ഉണ്ടാക്കി കാണിക്കുന്ന ആ ശക്തിയുടെ പുറമേക്കുള്ള സ്പന്ദനമാണ് കർമ്മം എന്ന് പറയുന്നത്. അപ്പൊ സൂര്യന്റെയും അതേപോലെ വായു, ജലം, ഇങ്ങനെ എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളുടെയും രൂപം സ്വീകരിച്ച് ആ ശക്തി പുറമെ സ്പന്ദിക്കുന്നതാണ് കർമ്മം എന്നാണ് പറയുന്നത്. ഈ രൂപത്തിലൂടെയാണ് കർമ്മം പ്രകടമാവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിനെയാണ് കർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ഈ ജഡശരീരങ്ങൾ കൂടിയൊക്കെ സ്പന്ദിക്കുന്ന പ്രപഞ്ച മനസ്സ്, അതിനെയാണ് ഗീതയിൽ പറയുന്നത് ബ്രഹ്മത്തിൽ അക്ഷരഭാവം എന്ന് പറയുന്നത്. അക്ഷരഭാവം, ആ പ്രപഞ്ച മനസ്സിനെയാണ് ക്ഷരഭാവം, ക്ഷരം എന്ന് പറയും, ക്ഷരബ്രഹ്മം എന്ന് പറയും. അപ്പൊ ഇതിനെക്കുറിച്ച് അടുത്ത അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ കർമ്മത്തെ ഉണ്ടാക്കുന്ന ബ്രഹ്മമാണ് ക്ഷരപുരുഷൻ അല്ലെങ്കിൽ ക്ഷരബ്രഹ്മം. ക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാശമുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. നാശമുള്ളത് എന്ന് പറഞ്ഞാൽ ഉണ്ടായി മറഞ്ഞു പോകുന്നത്, ഉണ്ടായി ഇല്ലാതാവുന്നു എന്ന് തോന്നുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് അതിനെ ക്ഷരപുരുഷൻ എന്ന് പേരിട്ടിരിക്കുന്നത്.
അപ്പോ അതാണ് ക്ഷരപുരുഷൻ. ഇനി ഈ ക്ഷരബ്രഹ്മം എവിടെ നിന്ന് ഉണ്ടാകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ച മനസ്സ് എന്ന് പറഞ്ഞ ക്ഷരബ്രഹ്മമാണ്. അതാണ് ഇതിനെല്ലാം ഉണ്ടാക്കി കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ ക്ഷരബ്രഹ്മം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ജഡമായിരിക്കുന്ന പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഭൂതവർഗങ്ങൾ ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന പ്രപഞ്ച മനസ്സ് എവിടുന്ന് ഉണ്ടായി ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാറ്റിനും കാരണമായിരിക്കുന്ന പരമകാരണമായിരിക്കുന്ന അക്ഷരബ്രഹ്മത്തിൽ നിന്നാണ്. അക്ഷരബ്രഹ്മത്തിൽ നിന്ന് അത് ഉണ്ടായിട്ട് അത് പ്രത്യക്ഷപ്പെടുന്നു. അപ്പൊ ഇവിടെ രണ്ട് പുരുഷന്മാരേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഒന്ന് ക്ഷരപുരുഷനും ഒന്ന് അക്ഷരപുരുഷനും. ഇങ്ങനെയുള്ളൂ രണ്ട് പുരുഷന്മാരും. അപ്പൊ ക്ഷരപുരുഷൻ എന്ന് പറഞ്ഞാൽ അത് നാശമുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഉണ്ടായി മറയുന്നതാണ്. അപ്പൊ നാശമുള്ള ക്ഷരപുരുഷൻ ഉണ്ടായിരിക്കുന്നത് പരമകാരണമായ അക്ഷരപുരുഷനിൽ നിന്നാണ്. ആ പരമകാരണം എന്ന് പറയുന്നത് എല്ലാറ്റിനും കാരണമായിരിക്കുന്ന ബ്രഹ്മമാണ്. അത് കൂടസ്ഥമാണ്. കൂടസ്ഥം എന്ന് പറഞ്ഞാൽ മായയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ അറിയാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ട്? ആ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോ അത് മായയാൽ ആവരണം ചെയ്യപ്പെട്ടത് കൊണ്ട് അതിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനെ കൂടസ്ഥ ബ്രഹ്മം എന്ന് പറയുന്നത്. അത് തന്നെയാണ് അക്ഷരപുരുഷൻ. അതിൽ നിന്നാണ് ക്ഷരപുരുഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോ അത് മായയിൽ മറിഞ്ഞിരിക്കുകയാണ് അക്ഷരപുരുഷൻ. അതുകൊണ്ടാണ് അതിനെ കൂടസ്ഥൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കൂടസ്ഥനായ അക്ഷരപുരുഷനാണ് ക്ഷരപുരുഷൻ ഉണ്ടാവാൻ കാരണം, പ്രപഞ്ച മനസ്സുണ്ടാവാൻ കാരണം. പിന്നെ ആ പ്രപഞ്ച മനസ്സാണ് പിന്നെ ഈ സൃഷ്ടികളൊക്കെ ഉണ്ടാക്കുന്നത്, എല്ലാം നിർവഹിക്കുന്നത് അതാണ് എന്നാണ് പറയുന്നത്. അപ്പോ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ബ്രഹ്മം എന്ന് പറയുന്നത് ഈ എന്താണ് യജ്ഞത്തിന് അടിസ്ഥാനമാക്കിയാണ്, യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാണ് എന്നാണ് അതിൽ പറയുന്നത്. അപ്പൊ ഈ കാര്യം ഒന്ന് മറ്റൊന്നിന് കാരണമാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കാര്യം കാരണമാകുന്നു, അത് കാരണമാകുന്നു വേറൊരു കാര്യത്തിന്, ആ കാര്യം പിന്നീട് കാരണമാകുന്നു വേറൊരു കാര്യത്തിന്, അല്ലെ? അങ്ങനെ ചെയിനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു പരമ്പരയിലെ ഇതിനൊക്കെ പരമകാരണമായിരിക്കുന്നത് ബ്രഹ്മമാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ ആശ്രയിച്ചാണ് ബാക്കി എല്ലാ കർമ്മങ്ങളും നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ നിറഞ്ഞിരിക്കുന്നത് ആ ഒരു കോൺഷ്യസ്നെസ്, പ്യുവർ കോൺഷ്യസ്നെസ്, അതാണ് അക്ഷരപുരുഷൻ എന്ന് പറയാം. അതിനെ ആശ്രയിച്ചാണ് ഇവിടെ ബാക്കി എല്ലാ കർമ്മങ്ങളും നടക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ ഫലത്തിനോട് ആഗ്രഹമില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലത്തിനെ കുറിച്ച് ശ്രദ്ധിക്കാതെ അങ്ങനെ ചെയ്യുന്ന കർമ്മമാണ് യജ്ഞം എന്ന് പറഞ്ഞു. അങ്ങനെ യജ്ഞരൂപത്തിലാണ് അവനവന്റെ ധർമ്മം അനുഷ്ഠിക്കുന്നതെങ്കിൽ, സ്വധർമ്മം അനുഷ്ഠിക്കുന്നെങ്കിൽ എന്താ അതിന്റെ ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളിലുള്ള കർമ്മവാസനകളൊക്കെ നീങ്ങിക്കിട്ടും, കർമ്മവാസനകളൊക്കെ അവസാനിക്കും. അപ്പൊ കർമ്മവാസനകളൊക്കെ അവസാനിച്ചു കഴിഞ്ഞാലോ അപ്പൊ ആ സത്യത്തിനെ കണ്ടെത്താനും സാധിക്കും. അതാണ് യജ്ഞേ പ്രതിഷ്ഠിതം എന്ന് പറയുന്നത്. യജ്ഞത്തിലൂടെയാണ്, യജ്ഞരൂപത്തിലുള്ള കർമ്മത്തിലൂടെയാണ് അതിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുക, സത്യത്തിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുക. അതാണ് അതിൽ സൂചിപ്പിക്കുന്നത്. അതാണ്. അപ്പോ ഇതില് ഭാഷ്യങ്ങളിലൊക്കെ, പല ഭാഷ്യങ്ങളിലൊക്കെ ഈ കർമ്മകാണ്ഡത്തിലെ വേദഭാഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിന് ആ സമയത്ത് അതിനുള്ള ഇമ്പോർട്ടൻസ് കാരണം, വേദങ്ങൾക്കുള്ള ഇമ്പോർട്ടൻസ് കാരണമായിരിക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാറ്റിനും പരമകാരണമായിരിക്കുന്ന പരബ്രഹ്മം, ആ സത്യത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഭൂതഗണങ്ങൾ, ഭൂതവർഗങ്ങൾ, അതാണ് പ്രപഞ്ച ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതൊക്കെ ജഡവസ്തുക്കളാണ്. അപ്പൊ അതിന്റെ സ്വധർമാനുഷ്ഠാനം കൊണ്ട് പ്രപഞ്ചത്തിന്റെ പ്രവർത്തനം സ്മൂത്തായിട്ട് നടന്നു പോകുന്നു, അല്ലെ? സൂര്യൻ ഉദിക്കുന്നു, അത് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, കാറ്റ് വീശുന്നു, ഇതൊക്കെ അവരവരുടെ സ്വധർമ്മം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് അനുഷ്ഠിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. പിന്നെ തുടർന്ന് എന്താ ചെയ്യുന്ന, തിരിച്ച് ആ പരമകാരണത്തിലേക്ക് തന്നെ തിരിച്ചു വരലാണ്. അപ്പൊ ഈ ഒരു യജ്ഞം പ്രപഞ്ചത്തിൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്ന ഇതൊരു യജ്ഞചക്രമാണ് എന്നാണ്. ഇങ്ങനെ യജ്ഞരൂപത്തില് പ്രവർത്തനങ്ങൾ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാം ഇവിടെ ഒരു യജ്ഞമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഒന്ന് മറ്റൊന്നിൽ നിന്ന് പ്രതീക്ഷിക്കാതെ തന്റെ കർത്തവ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള പ്രപഞ്ചഘടകങ്ങളും മുഴുവൻ യജ്ഞരൂപത്തിലാണ് അവരുടെ സ്വധർമ്മം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളും അങ്ങനെ ആ യജ്ഞരൂപം
പിന്തുടരാൻ ബാധ്യസ്ഥരാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? കാരണം പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും അവർ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു, സ്വധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ. അതുകൊണ്ടാണ് അത് യജ്ഞരൂപത്തിൽ എന്ന് പറയാനുള്ള കാരണം. അപ്പൊ പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട്, യജ്ഞരൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളും പ്രപഞ്ചത്തിന്റെ ഘടകമാണ്. അപ്പോൾ നമ്മളും ആ യജ്ഞരൂപത്തിൽ കർമ്മം ചെയ്താൽ മാത്രമേ നമ്മൾക്കും രക്ഷപ്പെടാനായിട്ട് പറ്റുള്ളൂ, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇനി അങ്ങനെ ആ ഒരു യജ്ഞചക്രത്തെ ആദരിക്കാത്ത ആളുകള്, ആദരിച്ച് അതിനനുസരിച്ച് കർമ്മം ചെയ്യാത്ത ആളുകൾക്ക് എന്താണ് സംഭവിക്കാൻ പോണെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. മനസ്സിലായി? അതിനാണ് ഇത്രയും പറഞ്ഞു നിർത്തിയത്, അതിനെ വേണ്ടിയിട്ടാണ്. ആ രീതിയിൽ നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചില്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? അതാണ് 16-ാമത്തെ ശ്ലോകത്തിൽ പറയാനായിട്ട് പോകുന്നത്. അത് ചൊല്ലുകയുള്ളൂ. 16-ാമത്തെ ശ്ലോകം. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹ അഖായുരിന്ദ്രിയാരോ മോഖം പാർത്ഥ സ ജീവതി. പറയണോ അർജുന? അല്ലയോ അർജുന, പാർത്ഥ അർജുനോട് പറയണം, ഈ ചക്രം നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു യജ്ഞചക്രം, ആ യജ്ഞചക്രം അതൊരു നിയമപ്രകാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യജ്ഞചക്രം, അതിനെ ഈ ലോകത്ത് ആരാണോ ആദരപൂർവം അതിനെ ഫോളോ ചെയ്യാത്തത്, പിന്തുടരാത്തത്, അവർക്ക് എന്താ സംഭവിക്കുക? അഖായു. അഖായു എന്ന് പറഞ്ഞാൽ പാപായുഷാണ് അവർക്ക് എന്നാണ് പറയുന്നത്, അങ്ങനെയുള്ളവർക്ക്. പിന്നെ ഇന്ദ്രിയാരാമ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകി പോകുന്നു അവര്. അങ്ങനെയുള്ളവർക്ക് എന്താ സംഭവിക്കുക? മോഖം ജീവതി എന്ന് പറഞ്ഞാൽ ജീവിതം ഒരു പ്രയോജനവും ഇല്ലാതെയാണ് അവർ ജീവിച്ചു കഴിയുന്നത് എന്നാണ്. അവരുടെ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു പ്രപഞ്ചത്തിന്റെ ആ നിയമം ഉണ്ടല്ലോ, ആ യജ്ഞരൂപത്തിലാണ് പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി ആരാണോ അത് ഫോളോ ചെയ്യാത്ത, അതിനനുസരിച്ച് പ്രവർത്തിക്കാത്തത്, ഈ നിയമത്തിനനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചക്രം, യജ്ഞചക്രം, അതിന് ആരാണോ ആദരപൂർവം പിന്തുടരാതിരിക്കുന്നത് അവർക്ക് എന്താ സംഭവിക്കുക? അങ്ങനെയുള്ളവർ എങ്ങനെയാണ് ചോദിച്ചത്? അവര് പാപായുസുക്കളാണ് എന്നാണ് പറയുന്നത്. അവര് പാപായുസുക്കളാണ്. പിന്നെ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകിയവരാണ് അവര്. അതുകൊണ്ടാണ് ആ രീതിയിൽ അവർ ജീവിക്കാത്തത്. അങ്ങനെയുള്ളവര് അവരുടെ യാതൊരു പ്രയോജനവും ഇല്ലാത്ത ജീവിതമാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകണത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് 2 തരത്തിലാണ് ജീവിക്കാൻ സാധിക്കുക. 2 രീതിയിൽ ജീവിക്കാം. ഒന്ന്, ഈ ജഗത്ത് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ പരമാർത്ഥം എന്താണ്, അതിന്റെ സത്യം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, നേരത്തെ പറഞ്ഞു ആത്മസാക്ഷാത്കാരം, അത് ഉറപ്പിക്കുക. അത് ഉറപ്പിച്ച് ആ ലക്ഷ്യം നേടാനായിട്ട് തന്റെ കർമ്മം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാ. കർമ്മം എങ്ങനെ ചെയ്യണം? യജ്ഞരൂപത്തില്. മനസ്സിലാവുന്നുണ്ട്? അപ്പടി കിട്ടിയാ? അപ്പൊ പ്രപഞ്ചത്തില് എല്ലാ ഘടകങ്ങളും യജ്ഞരൂപത്തില് ചെയ്യണമെന്ന് പറഞ്ഞു, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, ഫലത്തിൽ ഇച്ഛ വെക്കാതെ. അതേപോലെയാണ് ഒരു വ്യക്തി ജീവിക്കുന്നതെങ്കിൽ, യജ്ഞരൂപത്തിലാണ് തന്റെ കർമ്മം അനുഷ്ഠിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ, പരമലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെട്ട് അങ്ങനെ ജീവിതം നയിക്കുക എന്നുള്ളത് ഒരു മാർഗം. അങ്ങനെ ജീവിക്കാൻ വേണമെങ്കിൽ. മനസ്സിലാവുന്നുണ്ടോ? സത്യം എന്താണെന്ന് മനസ്സിലാക്കുക, തന്റെ പരമായ ലക്ഷ്യം, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇതാണെന്ന് ഉറപ്പിക്കുക. എന്നിട്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് പ്രപഞ്ചത്തിലെ ഘടകങ്ങൾ അനുഷ്ഠിക്കുന്ന പോലെ തന്നെ യജ്ഞരൂപത്തില് സ്വധർമ്മം അനുഷ്ഠിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. ഇതൊരു മാർഗം. നേരത്തെ പറഞ്ഞതാണ് 2 തരത്തിലാണ് ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു. അപ്പൊ ഒരു തരത്തിലുള്ള ജീവിത മാർഗം ഇതാണ്. അപ്പോ ഈ രീതിയിൽ ജീവിച്ച എന്താ ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രീതിയിൽ കർമ്മം ചെയ്ത് മുന്നോട്ട് പോകും തോറും കർമ്മവാസനയെല്ലാം അവസാനിച്ചു തുടങ്ങും. ഉള്ളിലുള്ള കർമ്മവാസനയ്ക്ക് പുതിയ കർമ്മവാസനകൾ ഉണ്ടാവില്ല. അങ്ങനെ പോകും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കർമ്മവാസനകൾ അവസാനിക്കും തോറും എന്താ സംഭവിക്കുക? സത്യം എന്താണെന്നുള്ള ബോധം ഉറയ്ക്കാൻ തുടങ്ങും ഉള്ളില്. മനസ്സിലായോ? വസ്തു എന്താണ്, ഇവിടെ ഉള്ളത് എന്താണ് യഥാർത്ഥത്തിൽ, അത് ഉള്ളിൽ പതുക്കെ ഇങ്ങനെ തെളിയാൻ തുടങ്ങും. എന്ന് മാത്രമല്ല, അത് ആനന്ദ സ്വരൂപമാണ് ആ വസ്തു, അല്ലെ? ആ ലക്ഷ്യത്തോട് അടുക്കുന്നതായിട്ട് അനുഭവിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ആ ലക്ഷ്യത്തോട് അടുക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് അനുഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ,
ആ വ്യക്തിയുടെ ഉള്ളിലും ആനന്ദം നിറയാനായിട്ട് തുടങ്ങും. ഉള്ളിൽ ഒരു ആനന്ദം, അനുഭൂതി നിറയാനായിട്ട് തുടങ്ങും. അപ്പൊ കർമ്മവാസനയൊക്കെ അവസാനിച്ച് ജീവിതം ധന്യമാകുന്നത് അനുഭവിക്കാമെന്നാണ് പറയുന്നത്. ആ പ്രപഞ്ച നിയമം അനുസരിച്ചാണ്, പ്രപഞ്ച ഘടകങ്ങളുടെ നിയമം അനുസരിച്ചാണ് ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനി അടുത്ത ജീവിതമാർഗം എന്താണ്? ഇതിന് നേരെ ഓപ്പോസിറ്റ്. എന്താണ് നേരെ ഓപ്പോസിറ്റ്? ഈ ലോകം, ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ, അതിനെക്കുറിച്ച് മനസ്സിലാക്കണമില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കണമില്ല. ഈ കാണുന്നതൊക്കെ സത്യമാണ് എന്ന് ഭ്രമിച്ച്, ഈ കാണുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഇത് മുഴുവൻ കാനൽ ജലം പോലെയാണ്, സത്യമല്ല എന്ന് പറഞ്ഞു, ഓർമ്മണ്ടല്ലോ. പരബ്രഹ്മത്തില് ആ ബ്രഹ്മവസ്തുവിൽ തോന്നപ്പെടുന്നതാണ് ഈ പദാർത്ഥങ്ങളൊക്കെ, ലോകം, വിശ്വം മുഴുവൻ അതാണ് നേരത്തെ പറഞ്ഞു. പക്ഷെ ആ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഇത് മുഴുവൻ സത്യമാണെന്ന് ഭ്രമിച്ച് ഒരു ലക്ഷ്യവും കാണാതെ, എന്തിനാണ് ജീവിക്കുന്നത് തന്നെ അറിയില്ല, ഒരു ലക്ഷ്യവുമില്ലാതെ സ്വന്തം താല്പര്യം മാത്രം നോക്കി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രം കർമ്മം ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് പോവുക. ഇതാണ് രണ്ടാമത്തെ ജീവിത മാർഗം. മനസ്സിലായോ? ഒന്ന് സ്വാർത്ഥതയ്ക്ക് അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, മറ്റത് യജ്ഞരൂപത്തില് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പൊ ഈ രീതിയിലാണ്, സ്വാർത്ഥതയ്ക്ക് അനുസരിച്ചാണ് കർമ്മം ചെയ്ത് മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? മുന്നോട്ട് പോകും തോറും കർമ്മങ്ങൾ കൂടി വരും, കർമ്മവാസനകൾ കൂടി കൂടി വരും, സത്യത്തിൽ നിന്ന് അകന്നകന്നു പോവുകയും ചെയ്യും. അതാണ് പ്രവൃത്തി മാർഗം എന്ന് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചു അല്ല, സത്യത്തിൽ നിന്ന് അകന്നകന്നു പോകും. അങ്ങനെ കർമ്മവാസനകൾ വീണ്ടും വീണ്ടും കൂടും. എന്നിട്ടോ ഇന്ദ്രിയങ്ങൾക്കൊന്നും യാതൊരു തൃപ്തി ഉണ്ടാവില്ല. അവസാനം ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്നൊരു കുറ്റബോധത്തോടുകൂടി, പരാജയബോധത്തോടുകൂടി ജീവിതം അവസാനിപ്പിക്കും. ഇതാണ് രണ്ടാമത്തെ മാർഗത്തിന്റെ ഫലം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ജീവിതം, നമുക്കൊക്കെ വേണ്ടതാണ് ജീവിതം ധന്യമാക്കലാണ് ആവശ്യം. ജീവിതം ധന്യമായി എന്നുള്ള ആ ഒരു സംതൃപ്തി ഉള്ളിൽ, ആ ഒരു ധന്യത ഉള്ളിൽ ഫീൽ ചെയ്യണം, അത് അനുഭവിക്കാൻ സാധിക്കണം. അത് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? നേരത്തെ പറഞ്ഞില്ലേ, യജ്ഞരൂപത്തിൽ വേണം നമ്മളുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ. പിടികിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? യജ്ഞരൂപത്തിൽ വേണം തിരിച്ചൊന്നും ഫലത്തിനോട് ആസക്തി ഇല്ലാതെ, ഫലത്തിനോട് ഇച്ഛയില്ലാതെ. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഉള്ളിലൊരു എന്താണ് കൃതാർത്ഥത എന്നൊക്കെ പറയില്ലേ, ഒരു ധന്യത എന്നൊക്കെ പറയില്ലേ, അതൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ പാപായുസ് എന്ന് പറഞ്ഞ ഇങ്ങനെയുള്ള ആളുകള് അല്ലെ, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരെ പാപായുസുകൾ എന്നാണ് പറയുന്നത്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അവർ കർമ്മവാസനകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കർമ്മവാസനകൾ വർദ്ധിപ്പിക്കുന്നതിനെയാണ് പാപായുസ്. അവരുടെ ആയുസ് മുഴുവൻ പാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ, പാപം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഈ വിഷയങ്ങൾ അനുഭവിക്കും തോറും ഇന്ദ്രിയങ്ങൾക്ക് ഇനിയും പോരാ എന്നുള്ള അസംതൃപ്തിയാണ് കൂടി വരിക. മതിയാവില്ല, എത്ര അനുഭവിച്ചാലും മതിയാവില്ല. അപ്പൊ ഈ വിഷയങ്ങളെ എത്ര അനുഭവിച്ചാലും മതിയാവാത്ത ആ ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കുന്ന ആളുകളുടെ ഗതി എന്ന് പറയുന്നത് ആകെ താഴേക്കാണ്, ദുർഗതിയാണ് അവർക്ക് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ദ്രിയാരാമൻ എന്ന് പറയാനുള്ളത്. ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്നവര്, ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്നതുകൊണ്ടാണ് അവര് ഇന്ദ്രിയാരാമന്മാര് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങളിൽ രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും സംതൃപ്തി അനുഭവിക്കാൻ പറ്റില്ല, ജീവിതം ധന്യമായിട്ട് അവർക്ക് തോന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അവസാനം ഒരു പരാജയബോധമാണ് ഉണ്ടാവുക. എന്റെ ജീവിതം പാഴായി എന്നുള്ള അനുഭവം, തോന്നലാണ് അവർക്ക് ഉണ്ടാവുക. അതാണ് ബാക്കി ഉണ്ടാവുക എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ആ പരാജയബോധം ഉണ്ടാവും. പിന്നെയോ അങ്ങനെയുള്ളവർക്ക് ഇനി അടുത്ത ജന്മം എങ്ങനെയൊക്കെ നീച ജന്മങ്ങളിലൂടെ ഇനിയും അവർക്ക് പോണ്ടി വരും മുന്നോട്ട്. വരാനിരിക്കുന്ന ജന്മങ്ങൾ പലതും നീചമായ ഭാവത്തിലായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് അത് നിഷ്പ്രയോജനമായിട്ട്, ഒരു പ്രയോജനം ഇല്ലാതെ ജീവിതം കഴിച്ചു കൂട്ടണോ എന്ന് പറയാനുള്ള കാരണം. നേരെ മറിച്ച് ഇനി അടുത്തത് പറയാൻ പോകുന്നത്, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതാണ് ഇതിൽ മനോഹരമായിട്ട് പറഞ്ഞു തരുന്നു അല്ലെ. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ, നമ്മൾക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങനെ മുന്നോട്ട്, അതാണ് യജ്ഞരൂപം എന്ന് പറയുന്നത്. ആ രീതിയിൽ അത് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എന്ത് വേണം? സത്യം എന്താണെന്നുള്ള ബോധം ഉള്ളിൽ ഉണ്ടാവണം, തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നുള്ള ഉറപ്പും ഉണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സത്യം എന്താണെന്നുള്ളത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അത് മാറ്റമില്ലാത്തതാണ്, എപ്പോഴും ഉള്ളതാണ്, നിത്യമാണ്, മാറ്റമില്ലാത്തതാണ്. അതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതാണ് സത്യം. അത് മനസ്സിലാക്കുക, അത് ആ സത്യബോധം ഉൾക്കൊള്ളുക. എന്നിട്ട് തന്റെ ജീവിത ലക്ഷ്യം എന്താണ്? അതിനെ സാക്ഷാത്കരിക്കലാണ്, അതിലേക്ക് തിരിച്ചു പോകലാണ്.
ആത്മസാക്ഷാത്കാരം. ഇത് ഉറപ്പിക്കുക, ലക്ഷ്യം ഉറപ്പിക്കുക. എന്നിട്ട് വേണം തന്റെ ചെയ്യാനുള്ള കർമ്മങ്ങൾ, എന്തൊക്കെ കർമ്മങ്ങളാണോ ചെയ്യാൻ തോന്നുന്നത് അതൊക്കെ ചെയ്യാം. എങ്ങനെ ചെയ്യണം? തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ. സിമ്പിൾ. ഇങ്ങനെയാണ് ജീവിക്കണം എന്നാണ് പറഞ്ഞു തരുന്നത് നമ്മൾക്ക്. അതിന് വിരുദ്ധമായിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതെങ്കിലോ ഇതാണ് നമ്മൾക്ക് എന്താണ് ജീവിതം, കർമ്മവാസനകൾ കൂടി വരുന്നു, അല്ലെ? ഇനിയും കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സത്യത്തിൽ നിന്ന് അകന്നകന്നു പോകുന്നു. ജീവിതത്തിൽ ഒരു തൃപ്തി അനുഭവിക്കാനായിട്ട് സാധിക്കില്ല, ആനന്ദം, സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കില്ല. ഇനി സ്ഥിതപ്രജ്ഞന്റെ കാര്യം നേരത്തെ പറഞ്ഞു. സ്ഥിതപ്രജ്ഞന് ഒന്നും ബാധകമല്ല എന്നുള്ള കാര്യം നേരത്തെ സൂചിപ്പിച്ചു. അപ്പൊ ഇനി അടുത്ത ഈ ഒരു സംശയം വരാം. ഈ സ്ഥിതപ്രജ്ഞനും ഇതേപോലുള്ള യജ്ഞചക്രത്തെ അനുസരിക്കാൻ ബാധ്യതയുണ്ടോ എന്നൊരു സംശയം വരാം, അല്ലെ? ശരിയല്ല? നേരത്തെ പറഞ്ഞത് എല്ലാവരും ഈ രീതിയിൽ യജ്ഞരൂപമായിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്നാണ് പറഞ്ഞത്, പ്രപഞ്ചത്തിന്റെ നിയമത്തിനനുസരിച്ച്. അപ്പൊ സംശയം വരാൻ സ്വാഭാവികമായിട്ടും സ്ഥിതപ്രജ്ഞതയുള്ള ആളുകളും ഇതേ രീതിയിലാണോ ജീവിക്കേണ്ടത് എന്നൊരു സംശയം വരാം. അതിനുള്ള മറുപടിയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 17ാമത്തെ ശ്ലോകം ചൊല്ലുക. യസ്വാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. അതാണ് യസ്തു ആത്മരതിരേവ സ്യാദ് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. അതാണ് പറയുന്നത്. ആരാണോ ആത്മരതിയേവ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ തന്നെ രമിക്കുന്നവനായിരിക്കുന്നത്, തന്നിൽ തന്നെ രമിക്കുന്നവനായിട്ട്, ആത്മതൃപ്തക്ഷ, ആരാണോ ആത്മാവിൽ തന്നെ രമിക്കുന്നവനും ആത്മാനന്ദത്തിൽ തൃപ്തി വന്നവനുമായിരിക്കുന്നത്, ആത്മനി ഏവ സന്തുഷ്ട, അതും പറയുന്നുണ്ട്, ആത്മാവിൽ തന്നെ സന്തുഷ്ടനുമായിരിക്കുന്ന ആരാണോ അങ്ങനെയുള്ള ആൾക്ക് തസ്യ കാര്യം ന വിദ്യതേ, അയാൾക്ക് ഇനി യാതൊന്നും ചെയ്യേണ്ടതായിട്ടില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ആരാണോ സ്വയമേവ ആത്മാനന്ദം അനുഭവിക്കുന്നത്, ആത്മാവിൽ തന്നെ സന്തുഷ്ടനായിരിക്കുന്നത്, ആത്മാവിൽ തന്നെ രമിച്ചിരിക്കുന്നത് ആരാണോ അയാൾക്ക് ഈ ജഗത്തിൽ ചെയ്യേണ്ടതായിട്ട് ഒരു പണിയില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ആത്മാവിൽ തന്നെ രമിക്കുക, തന്നിൽ തന്നെ ആ ആത്മാനന്ദത്തിൽ മുഴുകിയിരിക്കുക, എപ്പോഴും ആത്മാവിൽ തന്നെ സന്തുഷ്ടിയോടുകൂടി ഇരിക്കുക. അങ്ങനെയുള്ള ആൾക്ക് ഒരു കർമ്മവും അവശേഷിക്കില്ല എന്നാണ്. തസ്യ കാര്യം ന വിദ്യത. അപ്പൊ ആ നേരത്തെ സൂചിപ്പിച്ചു, സ്ഥിതപ്രജ്ഞത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മവാസന പൂർണ്ണമായും ഇല്ലാതായാലേ സ്ഥിതപ്രജ്ഞത്വം നേടാൻ പറ്റുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചു, അല്ലെ? ഓർക്കണ്ടോ? മുമ്പുള്ള ശ്ലോകങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്ഥിതപ്രജ്ഞത്വം പറഞ്ഞാൽ എന്താണ്? കർമ്മവാസന മുഴുവൻ അവസാനിച്ച് തന്നിൽ തന്നെ വിശ്രമിക്കുന്ന ആളാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞു. അപ്പൊ കർമ്മവാസന പൂർണ്ണമായും ഇല്ലാതായാലേ ആ അവസ്ഥ കൈവരുള്ളൂ. എന്തിനാണ് യജ്ഞരൂപേണ കർമ്മം അനുഷ്ഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൾറെഡി ഉള്ളിൽ അവശേഷിച്ചുള്ള കർമ്മവാസനയെ ഇല്ലാതാക്കാനാ. മനസ്സിലാവുന്നുണ്ടോ? അതിനാണ് യജ്ഞരൂപത്തിൽ ചെയ്യുന്നത്. അപ്പൊ ഈ യജ്ഞരൂപത്തിൽ അത് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, അത് ലക്ഷ്യം ആൾറെഡി നേടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ അതിനനുസരിച്ച് പിന്നെ പ്രവർത്തിക്കേണ്ട കാര്യമുണ്ടോ? മനസ്സിലായോ? അതാണ് പറയുന്നത്, അതിന്റെ ആവശ്യമില്ല എന്ന്. അതുകൊണ്ടാണ് അയാൾക്ക് പിന്നെ ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല, കാരണം അദ്ദേഹം ആൾറെഡി അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പൊ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം പറയുന്നുണ്ട് അതിനകത്ത്. അപ്പോ സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞ് ആത്മതൃപ്തനാണ്, തന്നിൽ തന്നെ തൃപ്തി അനുഭവിക്കുന്നു. ഈ തൃപ്തി എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷം ആയിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ടാണ് ആത്മന്യെ വെച്ച് സന്തുഷ്ട എന്ന് പറയുന്നത്, സന്തുഷ്ടിയും കൂടി അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ആത്മാവിനെ നേടിയ ആൾക്ക് ഈ ലോകത്ത്, അപ്പൊ ഇന്നിങ്ങനെ ഒരു സംശയം വരാം, ശരി അവർക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളത് സമ്മതിച്ചു, അല്ലെ? നേരത്തെ പറഞ്ഞു അവർക്ക് ഇവിടെ ഒന്നും ചെയ്യേണ്ടതായ ഒരു കർമ്മവും ഉണ്ടാവില്ല, കാരണം കർമ്മവാസനകൾ മുഴുവൻ അവസാനിച്ച ആളാണ് സ്ഥിതപ്രജ്ഞൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്ക് വേറെ കർമ്മങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് സമ്മതിച്ചു. പക്ഷെ വേറൊരു സംശയം വരാം. ആത്മാവിനെ നേടിയ ആൾക്ക്, അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞത്വം നേടിയ ആൾക്ക് ലോകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ നേടാൻ ഉണ്ടാവില്ലേ എന്നാണ് ചോദിക്കുന്നത്, അല്ലെ? അവർക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ വരില്ലേ, എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ വേണമെന്നുണ്ടാവില്ലേ, നേടാൻ ഉണ്ടാവില്ലേ ചോദിക്കുക. അതിനുള്ള സംശയം വരാം. അപ്പൊ അതിനുള്ള മറുപടിയാണ് അടുത്ത ശ്ലോകത്തിൽ. അതും കൂടി നോക്കാം. 18ാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ. നൈവ തസ്യ കൃതേനാർത്ഥോ ന കൃതേനേഹ കച്ഛന ന ചാസ്യ സർവഭൂതേഷു കച്ചിദർത്ഥവ്യപാശ്രയ.
കച്ചിദർത്ഥവ്യപാശ്രയ നൈവ തസ്യ കൃതേനാർത്ഥോ ന കൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കച്ചിദർത്ഥ വ്യപാശ്രയ. തസ്യ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക്, ആർക്ക്? സ്ഥിതപ്രജ്ഞന് അർത്ഥ ന ഏവ എന്നാണ്. എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്ത് ഉണ്ടാക്കേണ്ട ഒന്നും തന്നെ ഈ ലോകത്തില്ല എന്നാണ്. എന്തെങ്കിലുമൊക്കെ പണിയെടുത്തിട്ട് നേടേണ്ട ഒരു കാര്യമില്ല സ്ഥിതപ്രജ്ഞയെ സംബന്ധിച്ച്. അതേപോലെ തന്നെ ഇഹ അകൃതേന കർശന, ഈ ലോകത്ത് അദ്ദേഹം കർമ്മം ചെയ്യാത്തത് കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും നഷ്ടപ്പെടുവോ? അതും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ചെയ്തത് കൊണ്ട് ഒന്നും നേടാനും ഇല്ല അദ്ദേഹത്തിന്, ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനും ഇല്ല. അപ്പൊ അദ്ദേഹത്തിന് ഒന്നിനെയും ആശ്രയിക്കേണ്ട. സർവഭൂതേഷു കശ്ചിത് അർത്ഥ വ്യാപാശ്രയനാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രപഞ്ചത്തിൽ ഒന്നിനു വേണ്ടിയും അദ്ദേഹത്തിന് ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് സ്ഥിതപ്രജ്ഞ. അപ്പൊ അതാണ് പറഞ്ഞത്, സ്ഥിതപ്രജ്ഞന് കർമ്മം ചെയ്തിട്ട് ഉണ്ടാക്കേണ്ട യാതൊന്നും തന്നെ ഇവിടെ ഇല്ല. അതേപോലെ തന്നെ കർമ്മം ചെയ്യാത്തത് കൊണ്ട് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമോ അദ്ദേഹത്തിന്? അതുമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് പ്രപഞ്ചത്തിൽ ഒരു ഘടകത്തിന് ഒന്നിനു വേണ്ടിയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ സ്ഥിതപ്രജ്ഞന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇനി ഒന്നും അറിയേണ്ടതായിട്ടില്ല, എല്ലാം അറിഞ്ഞിരിക്കുന്നു, ഒന്നിനെയും നേടേണ്ടതായിട്ടില്ല, ഒന്നും ഉപേക്ഷിക്കാനും ഇല്ല, ഒന്നും ചെയ്യാനും ഇല്ല, ഒരു ദുഃഖവുമില്ല, ഒന്നിനെ കുറിച്ചും ദുഃഖമില്ല, ഒന്നിനെ കുറിച്ചും ഭയമില്ല, ഉള്ളില് സങ്കല്പങ്ങളൊന്നുമില്ല. ഇതാണ് സ്ഥിതപ്രജ്ഞത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇങ്ങനെയുള്ള ജീവിതം എന്തിനു കൊള്ളാം, ഒരാഗ്രഹവും ഇല്ല, ഒരു പണിയെടുക്കണില്ല, പണിയെടുത്തില്ലെങ്കിൽ നഷ്ടമില്ല. ഇങ്ങനെ പറയുന്നു. എന്താ അതിന്റെ അർത്ഥം? നമുക്ക് സംശയം വരാം. അത് അനുഭവിച്ചറിയേണ്ടതാണ് എന്നാണ് പറയുന്നത്. സ്ഥിതപ്രജ്ഞയെ സംബന്ധിച്ച് എപ്പോഴും ആ ഒരു ആത്മാനന്ദം, ആ ഒരു അനുഭൂതി, അതാണ് അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി അർജുനന് ഈ ഒരു സ്ഥിതപ്രജ്ഞതയാണ് വേണമെന്നുണ്ടെങ്കിൽ അർജുനൻ എന്ത് ചെയ്യണം? ഫലത്തിനോടുള്ള ഇച്ഛ വെടിഞ്ഞ് യജ്ഞരൂപത്തില് തന്റെ ധർമ്മം എന്താണോ അത് ചെയ്തേ പറ്റൂ എന്നാണ് പറയുന്നത്. അല്ലെ, അർജുനന്റെ ധർമ്മം എന്താ? യുദ്ധം ചെയ്യലാണ്. അപ്പൊ അതിന്റെ റിസൾട്ട് എന്താവുന്നുള്ളതിനെ കുറിച്ച് നീ ആലോചിക്കരുത് എന്ന് പറയും. അതിനെ ആലോചിക്കാതെ, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നിന്റെ കർമ്മം എന്താണോ അത് നീ ചെയ്യൂ. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അത് നമുക്ക് നാളെ എക്സ്പ്ലെയിൻ ചെയ്യാം. നാളെ നമ്മൾക്ക് നോക്കാം. ഓക്കെ, കണ്ണുകൾ അടച്ചു വെക്കൂ. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു. നട്ടെല്ല് നിവർന്നിരിക്കട്ടെ. കൈകൾ മടിമേൽ മലർത്തി വയ്ക്കാം. ദീർഘമായ ശ്വാസം എടുക്കൂ. സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കുന്നു. ഉള്ളിൽ അനുഭവപ്പെടുന്ന നിശ്ചലത, ശാന്തത, അതിൽ വിശ്രമിക്കൂ. സമിദ്ധ്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇലസ്പദേ സമിധ്യസേ സനോവശൂന്യാഭര സംഗച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതിഃ സമാനീ സമാനം മനഃ സഹ ചിത്തമേഷാ സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആഹൂതിഃ സമാനാ ഹൃദയാനി വഹ സമാനമസ്തു വോ മനോ യഥാ വസ്തു സഹാസതി നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമഃ പൃഥവ്യേ നമ ഓഷധീഭ്യഃ
നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസമെടുക്കാം. സാവകാശം വൃത്തിക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.